പക്ഷെ ഓവറോൾ ഒരു SUV ക്യാരക്ടറാണ് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വളരെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ആഡംബരമായിട്ടുള്ള SUVസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റും അതുപോലെ ഇവിടുത്തെ കബി ഹോൾസൊക്കെ ആയിരുന്നാലും നല്ല ഇൻറ്റേർണൽ സ്പേസ് ഒരുപാട് കിട്ടുന്നുണ്ട്. നമസ്കാരം, അമൃതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ പറ്റി. ഒരുപാട് നാളുകളായിട്ട് വണ്ടിയുടെ റിവ്യൂ എല്ലാം ഒന്ന് മാറ്റി വെച്ചേക്കായിരുന്നു. കാരണം ഏറ്റവും അവസാനം ഞാൻ ഒരു കാറിൻ്റെ ഷോറൂമിൽ പോയി റിവ്യൂ ചെയ്തത് നിസാൻ്റെ മാഗ്നൈറ്റാണ്. അപ്പോൾ മാഗ്നൈറ്റിനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കിഗറിൻ്റെ ഏതാണ്ട് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ കിഗറും റെനോ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒന്ന്, ഈ രണ്ട് കാറുകളും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വന്ന SUVസിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വന്ന, കാരണം ഇതൊരു കോമ്പാക്ട് സൈസ് ആയിട്ടുള്ളൊരു SUV ആണ്. അപ്പോൾ ഇനി കോമ്പാക്ട് SUV എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ശരിക്കും ഒരു എല്ലാം തികഞ്ഞ യുദ്ധമാണ് നടക്കാൻ പോകണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് ഇന്ത്യയിൽ അത്രയ്ക്ക് അധികം ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സൈനാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കോമ്പാക്ട് SUV എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അതായത് വളരെ പ്രീമിയം ആയിട്ടുള്ള, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിട്രോണിൻ്റെ C5 എയർക്രോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹയർ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഒരു SUV ആണ്. അപ്പോൾ അതൊരു മിഡ് സൈസ് SUV എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതൊരു കോമ്പാക്റ്റും അല്ല, എന്നാൽ ഒരു വലിയ SUV എന്ന് നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. കാരണം ഡസ്റ്റർ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതും ഡസ്റ്ററും എക്കോസ്പോർട്ടും ഒക്കെ ഒരു കോമ്പാക്ട് SUV എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കോമ്പാക്ട് SUV മാറി അല്ലെങ്കിൽ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു SUV എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്ക്, അതിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് SUV അവതരിപ്പിച്ചിരിക്കുന്നത് റെനോയും അതുപോലെ നിസാനും മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വന്നിട്ട് ഇതിൻ്റെ ടോപ്പ് കാറ്റഗറിയിലുള്ള, അതായത് ടോപ്പ് വേരിയൻറ്റിൻ്റെ കോസ്റ്റ് തന്നെ എക്സ് ഷോറൂമാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ 9.55 lakhs ഉള്ളൂ. അതായത് RXZ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള കാറിൻ്റെ പ്രൈസ് 9.55 lakhs ആണ്. അപ്പോൾ എല്ലാം കൂടെ ആ ഒരു 10 ബഡ്ജറ്റിലോട്ട് കൊണ്ടുവന്ന് പിടിച്ചു നിർത്തി. 10 ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എക്സ് ഷോറൂം പ്രൈസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിസാനുമായിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിലെ കമ്പാരിസൺ ആയിരുന്നാലും വണ്ടിയുടെ ഓവറോൾ അതിൻ്റെ പെർഫോമൻസിലുള്ള കമ്പാരിസൺ ആയിരുന്നാലും അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു കമ്പയറോ വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ടറി പ്രൈസ്, അതായത് ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 5.45 lakhs ആണ്. അപ്പോൾ ഈ 5.45 lakhs ഒരു സ്വല്പം കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഈ ഫുൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം 9.55 lakhs ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. പക്ഷേങ്കിൽ ഈ ഒരു ബേസ് മോഡലിന് RXE, അതായത് ബേസ് മോഡലിൻ്റെ പ്രൈസ് വന്നിട്ട് 5.45 lakhs ആണ്. അപ്പോൾ റെനോ ആദ്യമായിട്ട് ട്രൈബറിനെ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ട്രൈബറിൻ്റെ പ്രൈസ് വന്നിട്ട് ഏതാണ്ടൊരു 5 lakhsനകത്തായിരുന്നു. 5 lakhsനകത്ത് അതിൻ്റെ ബേസ് മോഡലിന് പ്രൈസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത്രയും വലിയൊരു സൈസുള്ളൊരു വണ്ടിക്ക് ഇത്രയും ചെറിയൊരു പ്രൈസ് പോയിന്റ് എന്നുള്ളൊരു അട്രാക്ഷൻ റെനോ ആദ്യം ട്രൈബറിന് കൊടുത്തിരുന്നു. ഇപ്പോൾ പ്രൈസൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നിസാൻ്റെ മാഗ്നൈറ്റ് ആയിരുന്നാലും റെനോയുടെ കിഗർ ആയിരുന്നാലും ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പോയി റിവ്യൂ ചെയ്തതിന് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈബറിൻ്റെ സെയിം പ്ലാറ്റ്ഫോം, അതായത് CMF-A+ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഈ കിഗറും ഷെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിസാൻ്റെ മാഗ്നൈറ്റും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്, അതിലെന്ത് പ്രത്യേകതകൾ കൂടുതലുണ്ട് എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് വന്ന സമയം മുതലേ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇന്നലെ ഷോറൂമിൽ ഈ വണ്ടി ഡിസ്പ്ലേക്ക് വന്നു. ഇന്ന് ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇന്നലെ തന്നെ എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ആസ് എയർലി ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് വന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള HR10 എന്ന് പറയുന്ന ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ BR10 എന്ന് പറയുന്ന ട്രൈബറിലൊക്കെ യൂസ് ചെയ്തിരുന്ന എനർജി എന്ന് പറയുന്ന ഒരു സെയിം എഞ്ചിൻ ഓപ്ഷനും. അപ്പോൾ ഈ BR10 എന്ന് പറയുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള നോൺ ടർബോ വേർഷൻ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, അതുപോലെ തന്നെ AMT ഉണ്ട്. അതേസമയം ടർബോ വെർഷനിൽ വന്നിട്ട് ഒരു CVT ട്രാൻസ്മിഷനും ഉണ്ട്, മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ മാനുവൽ ട്രാൻസ്മിഷനാണ് ഞാൻ ഇന്ന്
ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയത്. CVT ട്രാൻസ്മിഷൻ ടെസ്റ്റ് റൈഡിന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും BR10 എന്ന് പറയുന്ന ഒരു നോൺ ടർബോ വെർഷൻ ടെസ്റ്റ് റൈഡിനുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ടെസ്റ്റ് റൈഡ് ചെയ്തില്ല, കാരണം ഓൾറെഡി അത് ട്രൈബറിലൊക്കെ വന്നിരിക്കുന്ന ആ സെയിം എൻജിൻ തന്നെയാണ്. പക്ഷേ ട്രൈബറും കിഗറുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 5 സീറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആ ഒരു BR10, അതായത് ആ ഒരു എനർജി എൻജിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് എനിക്ക് അറിയേണ്ടിയിരുന്നതും ആ ഒരു ടർബോ എൻജിൻ്റെ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളതെന്ന് അറിയാനായിരുന്നു. ട്രൈബറിനെക്കാട്ടിലും പ്രൈസ്, അതായത് 5.45 lakhs ബേസ് മോഡലിൽ തന്നെ വന്നതിന് കാരണം ഈ വണ്ടിക്ക് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കുറേ കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ട്രൈബറിലെ പ്ലാസ്റ്റിക് ക്വാളിറ്റി പോലൊന്നും അല്ല, ഇതിൽ കുറച്ചും കൂടെ നല്ല പ്രീമിയം ഒരു ഗ്രേഡിലുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെയാണ്. മാത്രമല്ല ഈ എൻജിൻ ബേ ഞാൻ തുറന്നു നോക്കുമ്പോൾ, അതായത് ബോണറ്റ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ട്രൈബറിലും നമ്മൾ ആ ബോണറ്റ് തുറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് എടുക്കുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെറിയ കാറുകളിലൊക്കെ ബോണറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് പൊക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് വളരെ വെയിറ്റ്ലെസ് ആയിട്ടാണ് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ റെനോ കുറച്ച് മുന്നിലാണെന്ന് തന്നെ പറയാം. ആ ഒരു ബോണറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ടെൻസൈൽ സ്റ്റീൽ തന്നെയാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അത് ഞാൻ പോലും ഡ്രൈവർ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആ ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മൾ വളരെയധികം അട്രാക്റ്റഡ് ആവും. ഇനി എൻജിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നോർമൽ മോഡ്, എക്കോ മോഡും പിന്നെ സ്പോർട്സ് മോഡും ഉണ്ട്. അപ്പോൾ സ്പോർട്സ് മോഡിൽ ഞാൻ അവസാനം കുറച്ച് ദൂരം മാത്രമേ ഞാൻ സ്പോർട്സ് മോഡിൽ ഇട്ട് ഡ്രൈവ് ചെയ്തുള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു വണ്ടിയുടെ ഒരു ട്യൂണിങ്ങിൽ ഒരു ചേഞ്ച് വരുന്നത് നല്ലതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സ്വിച്ച് ഓവർ ചെയ്യുമ്പോഴത്തേക്ക്. ഈ സ്പോർട്സ് മോഡെന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് നോർമൽ മോഡിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എക്കോ മോഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കൺസംഷൻ കുറച്ച് ഉള്ളൊരു ഫ്യൂവൽ എക്കണോമി കൂടുതൽ ബൂസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ്. പിന്നെ റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറിൽ അത്യാവശ്യം നമുക്ക് ചെറിയ വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും, കാരണം ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടും പിന്നെ ആ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നാലും, ആ ടർബോ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നാലും, ആ ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവബിലിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ റെനോയുടെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് നല്ല വെൽ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് അത്. നമുക്ക് റെനോയുടെ ആദ്യം അവതരിപ്പിച്ച ഡസ്റ്ററിലായിരുന്നാലും ഇങ്ങോട്ടുള്ള എല്ലാ വണ്ടികളിലും ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ജെനറ്റിക്സ് ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നമുക്ക് കിഗറിൽ കിട്ടുന്നുണ്ട്. ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു കംഫർട്ടിൻ്റെ ഒരു ലെവല് അത് നല്ലതുപോലെ ആസ്വദിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓവറോൾ സ്പേസ് മാനേജ്മെൻ്റ് ഒക്കെ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഡ്രൈവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്വല്പം ക്രാംഡ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് ക്രാംഡ് ഇൻ ദ സെൻസ് ആ ഒരു കൺസോൾ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ അത് തന്നെ ഒരു ഒരുപാട് സ്പേസ് അങ്ങ് അക്യൂർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു ഡിസ്കംഫോർട്ടും തോന്നുന്നില്ല. കാരണം അത് ആംറസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഡ്രൈവിങ്ങിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ടർബോ എഞ്ചിൻ്റെ ആ ഒരു ലാഗൊന്നും എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തില്ല. പക്ഷേ എങ്കിലും ഒരുപാട് ദൂരമൊന്നും ഡ്രൈവ് ചെയ്ത് ഫാസ്റ്റായിട്ടൊന്നും ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ത്രൂ ഔട്ട് ഓടിച്ചത് സിറ്റിയിലാണ്. അപ്പോൾ സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം കുറേ കൂടെ സ്ലിക്ക് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഡ്രൈവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല പ്രിസൈസ് ആയിട്ടും വളരെ സ്ലിക്ക് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റേഴ്സാണ്. പിന്നെ ആ ഒരു സസ്പെൻഷൻ്റെ മികവും മാത്രമല്ല, നമ്മളൊരു SUV, ഒരു വലിയ SUVയിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് വണ്ടിയിൽ ത്രൂ ഔട്ട് ഡ്രൈവിങ്ങിൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി എനിക്ക് ഓടിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു മിനി ഡസ്റ്ററായിട്ട്, ഒരു കൊച്ചു ഡസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഡസ്റ്റർ ഇതിന് മുമ്പ് ഡസ്റ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ വേരിയൻറ്റ് ഇതുപോലെ ഒരു ടർബോ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഡസ്റ്റർ, അതായത് 156 PS പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെനോ, നിസാൻ, അതുപോലെ ഡാംലർ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ മിറ്റ്സുബിഷി, ഇവരെല്ലാവരും കൂടെ റിസർച്ച് ചെയ്തെടുത്ത ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ടുള്ള ഡസ്റ്റർ. കാരണം ഡസ്റ്ററിൽ നമുക്ക് ഫ്രണ്ടൊക്കെ കാണാമെന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഏതാണ്ട് ആ ഒരു വിസിബിലിറ്റി കിഗറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് ബോണറ്റിൻ്റെ ഏതാണ്ട് ഒരു നല്ല പോർഷൻ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു SUV ഓടിക്കുന്ന ആ ഒരു ഫീല്, ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീല് ത്രൂ ഔട്ട് ആ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. കുറച്ച് ദൂരമേ ഓടിച്ചോളുന്നുണ്ടെങ്കിൽ ഞാൻ സ്പോർട്സ് മോഡിലിട്ട് കുറച്ച് ദൂരം ഓടിച്ചായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് അറിയാം നമുക്ക്. ആ സ്പോർട്സ് മോഡിൽ ഞാൻ എക്കോ മോഡിലാക്കി, അതുപോലെ നോർമൽ മോഡിൽ ഓടിച്ചിട്ട് പെട്ടെന്ന് സ്പോർട്സ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ എഞ്ചിന് വരുന്ന ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ചേഞ്ച് നല്ലതുപോലെ മാർക്ക്ഡായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു.
പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ടർബോ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പവർ ഏതാണ്ട് മറ്റത് BR10 അതായത് എനർജി എഞ്ചിന് 72 PS പവർ സംതിങ് ആണെന്ന് 78 PS പവർ ആണോ എന്ന് സംശയമുണ്ട്. 72 ആണ് നമ്മുടെ ട്രൈബറിൽ, പക്ഷേ ഇതിൽ 78 PS പവർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും 78 PS പവർ ആണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടർബോ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നിയർലി 100 PS പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ആ ഒരു റിഫൈൻമെൻറ്റ് ലെവലെല്ലാം നമുക്ക് ആ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ആ റിഫൈൻമെൻറ്റ് ലെവലെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്ക് ട്രൈബറിൽ ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ, ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടുള്ള ഒരു വൈബ്രേഷൻ, ഇതും 3 സിലിണ്ടർ തന്നെയാണ്, പക്ഷേങ്കിലും ആ ഒരു ടർബോയുടെ ഒരു എഫക്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് കുറെ കൂടെ നല്ല ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പ്രൈസ് പോയിന്റ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കുറച്ച് കൂടുതലായിട്ട് തോന്നി, പക്ഷേ വണ്ടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പ്രൈസ് വേർതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിന് മാത്രം ട്രൈബറിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടിയെ ഓവറോൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിസാൻ്റെ ആ ഒരു മാഗ്നൈറ്റിൽ വന്നതുപോലുള്ള കുറേ ടോപ്പ് അപ്പ് ഫീച്ചേഴ്സും കൂടെ, അതായത് കുറേ അക്സസറി പാക്സ്, വയർലെസ് ചാർജർ, അതുപോലെ പിന്നെ ആ ഒരു എയർ വെന്റിൽ ഞാൻ ക്ലീൻ എയർ എന്നുള്ള ഒരു ടാഗ് കണ്ടിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിൽ പ്യൂരിഫൈഡ് അല്ലെങ്കിൽ കുറേ കൂടെ എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ എയർ കോണിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ കുറേ സ്മാർട്ട് അക്സസറീസ് നമുക്ക് അഡീഷണൽ ആയിട്ട് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്സസറീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടോപ്പ് അപ്സ് ഒക്കെ നമുക്ക് ഡ്രൈവർ വന്നപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപാട് അഡീഷണൽ അക്സസറീസ് നമുക്ക് ടോപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അന്നും ഡ്രൈവർ ഇറങ്ങുന്ന സമയത്തും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ എൻജിൻ ബേ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ട്രൈബറിൽ ഈ സെയിം 1 ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാനിത് നിസാൻ്റെ മാഗ്നൈറ്റ് റിവ്യൂ ചെയ്തപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാരണം ട്രൈബറിന് ഇത്രയും വലിയൊരു എൻജിൻ ബേ ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടർബോ പെട്രോൾ എൻജിൻ. ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഏറ്റവും ഇത് ട്രൈബറിലുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു ടണൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഫ്ലാറ്റ് ബോട്ടമാണ്. ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഡിസ്കംഫോർട്ടും ഉണ്ടാക്കത്തില്ല. പിന്നെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ കൊടുത്തിരിക്കുന്നെങ്കിലും അത് റബ്ബറൊന്നും അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരുപാട് കബി ഹോൾസും സ്പേസസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ബാക്ക് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ക്രാംഡ് ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു പക്ഷേ ഞാൻ ആ ട്രൈബറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. മാഗ്നൈറ്റുമായിട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം സ്പേസ് ആയിരുന്നാലും ഇതിൻ്റെ ഒരു ഓവറോൾ കപ്പാസിറ്റി ഒക്കെ ആയിരുന്നാലും എല്ലാ അർത്ഥത്തിലും നിസാൻ്റെ മാഗ്നൈറ്റുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. നിസാൻ മാഗ്നൈറ്റിൽ കണ്ടതുമാതിരി തന്നെ ഒരു ഹൈഡ്രോഫോബിക് പെയിൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെയിൻറ്റ് സ്കീം നല്ല രസമുണ്ട് കാണാൻ. ബാക്കി ഡാഷ്ബോർഡൊക്കെ നമുക്ക് ട്രൈബറിൽ വന്നിരിക്കുന്ന അതേ ഒരു ഡാഷ്ബോർഡാണ്. പക്ഷെ ഓവറോൾ ഒരു SUV ക്യാരക്ടറാണ് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വളരെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ആഡംബരമായിട്ടുള്ള SUVസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റും അതുപോലെ ഇവിടുത്തെ കബി ഹോൾസൊക്കെ ആയിരുന്നാലും നല്ല ഇൻറ്റേർണൽ സ്പേസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ത്രീ ഡിഫറെൻറ്റ് മോഡ്സ്. ഇക്കോ ഇത് വന്നിട്ട് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. 8-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. സീറ്റിൽ കുറച്ചുകൂടെ ട്രൈബറിൽ നിന്നും കുറച്ചും കൂടെ ഒരു ആഡഡ് ബോൾ സ്ട്രിങ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും സീറ്റിൻ്റെ സൈസ് ഏതാണ്ട് ട്രൈബറിൻ്റെ സെയിം സൈസ് ആണെന്നാണ് എനിക്കിരുന്നിട്ട് തോന്നുന്നത്. അതുപോലെ ഈ ഒരു ഡിസൈൻ കുറച്ചും കൂടെ ഒരു അഡീഷണൽ സ്പോർട്ടി ഫീല് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഷാർപ്പിൻ ആൻറ്റിന 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണ്. അത് നമുക്ക് മാഗ്നൈറ്റിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ആ ഒരു ഫീച്ചർ സ്പീക്കറിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഓവറോൾ ഇൻറ്റേർണലി ഉള്ള ഒരു സ്പേസിങ് അതെനിക്ക് തോന്നുന്നു റെനോ കുറച്ചും കൂടെ നന്നായിട്ടത് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മാഗ്നൈറ്റിൽ ഇത്രത്തോളം ഒരു സ്പേസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലീൻ എയർ എന്ന് പറഞ്ഞ എയർ പ്യൂരിഫയിങ് സിസ്റ്റവും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു.
അതുപോലെ മാഗ്നൈറ്റിൽ അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല, പക്ഷേ എങ്കിലും ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ശരിക്കും നമ്മൾ ഈ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വലിയ SUV-യിൽ കയറി ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. അതുപോലെ കയറാനും ഇറങ്ങാനും ഒക്കെ നമുക്കൊരു ഒരു SUV-യിൽ കയറി ഇറങ്ങുന്നത് പോലുള്ള ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ ശ്രദ്ധിച്ച് അറിയാം, ഒരു കൂപ്പേ മോഡലാണ്. ഫ്രണ്ട് വന്നിട്ട് കുറച്ച് റൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് ബാക്കിലോട്ടങ്ങ് ഒരു കൂപ്പയൊക്കെ ഡിസൈൻ ചെയ്യുന്ന മാതിരി കൊണ്ടുവന്ന് അങ്ങ് കാർവ് ചെയ്ത് ചെറുതാക്കിയിരിക്കുകയാണ്. അത് കാഴ്ചയ്ക്ക് നല്ല ഭംഗി തരുന്നുണ്ട്. അതുമാത്രമല്ല ഒരു എയറോഡൈനമിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല കാർവ് ചെയ്ത് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രൈവിംഗ് ഡൈനമിക്സിൽ അത് ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ BR10 എന്ന് പറയുന്ന ഈ എനർജി എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടോർക്കിയസ് നേച്ചറുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു ടർബോ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മിനിമൽ RPM-ൽ തന്നെ നല്ലൊരു ടോർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ നിയർലി ഒരു 5 കിലോമീറ്റേഴ്സ് ടെസ്റ്റ് റൈഡ് ചെയ്തതിൽ നിന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയൊക്കെയാണ്. പിന്നെ ഓവറോൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് മയങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ എങ്കിലും ഫ്രണ്ട് അപ്പിയറൻസ് ഒരു ചെറിയൊരു അനിമലിഷ് നേച്ചർ നമ്മുടെ റെനോയുടെ എല്ലാ വണ്ടികളിലും ഉണ്ടാവും. കാരണം അത് പൊതുവേ റെനോയുടെ എല്ലാ വണ്ടികളിലും ഒരു ചെറിയൊരു അനിമലിഷ് ക്യാരക്ടർ ഫ്രണ്ടിൽ വരാറുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒരു അലിഗേറ്റർ ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓവറോൾ ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു SUV-യുടെ ഒരു ക്യാരക്ടർ തരുന്നുണ്ടെങ്കിലും നല്ലൊരു കൂപ്പേ ടൈപ്പ് ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എയറോഡൈനമിസിറ്റി ഓവറോൾ വണ്ടിക്ക് നല്ല എയറിനെ പെനട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഓവറോൾ ഒരു എയറോഡൈനമിസിറ്റി നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് ആ വണ്ടിയുടെ ഒരു ഘടന ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്യുവർ വിഷൻ ഹെഡ്ലൈറ്റ്സ്, അതുപോലെ നല്ല ആയിട്ടുള്ള നല്ല കാവ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ടെയിൽ ലാംപ്സ്, അത് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ കൂടി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ അതും കൂടെ റെനോയ്ക്ക് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് പഴയതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആയിരുന്നാലും ആപ്പിൾ കാർപ്ലേ ആയിരുന്നാലും നമുക്ക് കേബിൾ വെച്ച് കണക്ട് ചെയ്തായിരുന്നു അത് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേൽ വന്നിട്ട് കാറിൽ മിറർ ലിങ്ക് എന്ന് പറയുന്നത്, അതായത് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോണിന് സിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു നല്ല കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ എനിക്ക് വണ്ടിയിൽ വന്നിരിക്കുന്ന ആ ഒരു കൺസോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയി. കാരണം അതിൽ ആംറെസ്റ്റും എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കൺസോൾ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് എനിക്ക് ട്രൈബറിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല. പക്ഷേ എങ്കിലും ആ ഒരു അത്ര നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ലൊരു വലിയ SUV കാറുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺസോൾ. അത് ഭയങ്കര ഭംഗിയുണ്ട്. ആ വണ്ടിക്ക് നല്ല മാച്ച് ചെയ്യുന്നുണ്ട്. അത് വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്സിനെ ശരിക്കും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കുറച്ച് ചെറുതായിട്ട് എനിക്ക് തോന്നി, പക്ഷേ എങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആ ഒരു സ്പോർട്സ് മോഡിൽ നിന്ന് ഓരോ മോഡ്സിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പോലും ആ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിഗർ ഒരു അഫോർഡബിൾ റേഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്ക്, കാരണം അഫോർഡബിൾ റേഞ്ച് ഇൻ ദ സെൻസ് കുറച്ചൊരു മറ്റ് ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന SUVസുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കോമ്പാക്ട് SUVs അല്ലെങ്കിൽ മിനി കോമ്പാക്ട് SUVs എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു മിനി കോമ്പാക്ട് SUV എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടും എന്നാൽ പ്രൈസ് വർത്തുമായിട്ടുള്ള ഒരു SUV തന്നെയാണ്, ഒരു കോമ്പാക്ട് SUV തന്നെയാണ് കിഗർ. ഇനി നമുക്ക് റെനോയുടെ ഈ കിഗറും അതുപോലെ നിസാൻ്റെ മാഗ്നൈറ്റുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ആസ് എർലി ചെയ്യാം. അതുപോലെ തന്നെ പുതിയ കാറുകളുടെ വിശേഷങ്ങളും അതുപോലെ പുതിയ കുറേ ബ്ലിസ്ഫുൾ സ്റ്റോറീസും ഒക്കെ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.